20 ആണ്ടുകളായി ഒരേ സ്കൂളിൽ പതാക ഉയർത്താൻ മുഖ്യാതിഥിയായി ഒരാൾ. വർഷത്തോളമായി മൈലപ്പുറം AMLP സ്കൂളിൽ സ്വാതന്ത്ര്യദിനമായാലും റിപ്പബ്ലിക് ദിനമായാലും പതാക ഉയർത്തുന്നത് ഒരാളായിരിക്കും. ഈ സ്കൂളിൽ ഏറ്റവും അധികം കാലം PTA പ്രസിഡന്റായി വന്ന അൻവർ ആയമോനാണ് ഈ ബഹുമതി. PTA പ്രസിഡന്റായി ഏതാനും വർഷങ്ങൾ മാത്രമേ ഇല്ലാതിരുന്നിട്ടുള്ളൂ എങ്കിലും ഈ ചടങ്ങുകളിൽ മുഖ്യാതിഥിയായി തന്നെ അൻവർ ഉണ്ടായിരുന്നു. സ്കൂളിലെ വിവിധ പ്രൊജക്ടുകളുടെ കാര്യദർശിയും ചുമതലയും കോട്ടക്കുന്ന് പാർക്ക് മാനേജർ കൂടിയായ ഇദ്ദേഹത്തിനായിരുന്നു. ഏറ്റെടുത്ത കാര്യങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കാനുള്ള ഇദ്ദേഹത്തിന്റെ കഴിവാണ് ഇത്രയും കാലം PTA പ്രസിഡന്റായി നിലനിൽക്കാനുള്ള കാരണമെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ ഹാരിസ് ബാബു പറയുന്നു. ഹൃദയസ്പർശം പോലുള്ള സഹായനിധികളുടെ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനായിരുന്നു. കോട്ടക്കുന്ന് ഹരിത പൂങ്കാവനമായി മാറ്റിയതിൽ ഇദ്ദേഹം നൽകിയ സംഭാവന ചെറുതല്ല. കോട്ടക്കുന്ന് ടൂറിസം ഭൂപടത്തിന്റെ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും ഇദ്ദേഹത്തിനും അഭിമാനിക്കാം. വ്യക്തമായ രാഷ്ട്രീയമുണ്ടെങ്കിലും എല്ലാവരെയും ഒരുപോലെ കാണാനും സ്നേഹബന്ധങ്ങൾ നിലനിർത്താനുമുള്ള അൻവറിന്റെ കഴിവ് എടുത്തു പറയേണ്ടതാണ്. മൈലപ്പുറം പൗരസമിതി സെക്രട്ടറി കൂടിയായ ഇദ്ദേഹം മൈലപ്പുറത്തെ ജീവകാരുണ്യ ക്ഷേമ പ്രവർത്തനങ്ങളിൽ സജീവമായുണ്ട്. കോട്ടക്കുന്ന് പാർക്കിലെ തൊഴിലാളികളെ ഒരുമിച്ച് കൂട്ടി വളരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കൊണ്ടാണ്. ഇന്ന് സ്വാതന്ത്ര്യദിനത്തിൽ കോട്ടക്കുന്നിൽ പതാക ഉയർത്തിയപ്പോൾ അവിടെ ജീവനക്കാർ മധുരം വിതരണം ചെയ്തിരുന്നു. കോട്ടക്കുന്ന് പാർക്കിലും ഒരു വ്യാഴവട്ടത്തിലേറെയായി ഇത്തരം വിശേഷ ദിനങ്ങളിൽ അൻവറിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് പതാക ഉയർത്തി വരുന്നത്. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം. SS മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.